ഹലോ, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എനിക്കത്ര നല്ല സുഖമൊന്നുമല്ല കേട്ടോ. ഞാൻ കുറേ ദിവസമായിട്ട് വീഡിയോസൊന്നും ഇടുന്നില്ലായിരുന്നു. അപ്പം ഇന്നെന്തായാലും ചെയ്യാമെന്ന് കരുതി. എൻ്റെ ഹൈറൂനും ഹൈക്കും എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും പനിയായിരുന്നു. എനിക്കും എന്തായാലും പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എല്ലാവർക്കും പനിയായിരുന്നു. പിന്നെ എനിക്കും പനിയായിരുന്നു. അപ്പം ആകെ അലമ്പായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. വല്ലാത്തൊരു ചീഞ്ഞ പനിയായിരുന്നു. എന്താ പറയുക, ദേഹത്തെല്ലാം വേദനയും ക്ഷീണവും ചൂട് കൂടുതലും ആകെ മൊത്തം ഭ്രാന്ത് പിടിച്ച അവസ്ഥയായിരുന്നു. എല്ലാവർക്കും കൂടെ പനി വന്നപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാണ്ട് പിന്നെ ഈ ദിവസവും കടന്നു പോകുമെന്ന് എന്നും പറഞ്ഞ് അങ്ങനെ കടന്ന് പോയി. കുഞ്ഞുങ്ങൾക്ക് പനി വന്നാണ് ഏറ്റവും ബുദ്ധിമുട്ട്. കാരണം നമുക്ക് എടുത്തോണ്ട് എണീറ്റ് നിൽക്കാൻ രാവില്ലാത്തത് കൊണ്ട് കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് നടക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ ഭാഗ്യത്തിന് വാപ്പച്ചിക്കും ഇക്കാക്കും പനി വന്നില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾ വാപ്പച്ചി പിന്നെ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള ഫുഡ് വാങ്ങിച്ചു തരുമായിരുന്നു. അതുകൊണ്ട് പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ പ്രശ്നമില്ലായിരുന്നു. പിന്നെ നമുക്കധികം ഫുഡ് വേണ്ടായിരുന്നു. പനിയായിരുന്നുകൊണ്ട് ഒരു സാധനം കഴിക്കാനായിട്ട് തോന്നുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അധികം ഫുഡിൻ്റെ ആവശ്യം വന്നില്ല. പിന്നെ ഇക്കൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വലിയ പ്രശ്നം ഉണ്ടായില്ല. ഇക്കൊക്കെ പനിയില്ലാതായിരുന്നുകൊണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കി. ആദ്യം ഹൈക്കുട്ടിക്ക് വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെയാണ് ഹൈറൂന് വന്നത്. അപ്പോൾ അതുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് എന്താ പറയുക അലമ്പുണ്ടാക്കിയില്ല. ഹൈറു പിന്നെ പനി വന്ന സമയത്ത് കുറച്ച് വഴക്ക് കൂടുതലായിരുന്നു. ഹൈക്കുട്ടി ഇച്ചിരി അടങ്ങിയൊക്കെ ഇരുന്ന് മരുന്നൊക്കെ കഴിച്ചോളായിരുന്നു. ഹൈറു അങ്ങനെ കഴിക്കത്തുമില്ലായിരുന്നു. കരച്ചിലായിരുന്നു. പിന്നെ അവളുടെയും കുറഞ്ഞു. ഇപ്പം എല്ലാവരുടെയും പനി കുറഞ്ഞു. അപ്പം ആകെപ്പാടെ ദുരിതമായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. അതെല്ലാം ഒന്ന് മാറി എല്ലാം ഒന്ന് റെഡിയായി വന്നപ്പോഴാണ് ഇപ്പം ഇന്നലെ ഹൈറൂനെ എടുത്തപ്പോൾ എൻ്റെ ഷോൾഡർ ചെറിയൊരു സൗണ്ട് കേട്ട് ടിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സൗണ്ട് കേട്ട് പിന്നെ ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ എന്തോ അവിടെ ഒരു ഫ്രാക്ചറോ എന്തോ സംഭവിച്ചു, എന്താണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഭയങ്കര വേദനയാണ് അവിടെ. അപ്പം കുഞ്ഞുങ്ങളെ എടുക്കാനൊക്കെ പാടാണെങ്കിലും അവർ കരയുമ്പോൾ നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നേരത്തെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഫ്രാക്ചറോ അങ്ങനെ ഇനി ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ചെറിയ പൊട്ടലുകളൊക്കെ സംഭവിക്കും, 1 കിലോ വെയിറ്റ് പോലും എടുക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ കുഞ്ഞുങ്ങളെടുക്കും. കാരണം എനിക്കൊരു ആത്മവിശ്വാസമാണ് എൻ്റെ കുഞ്ഞുങ്ങളെടുക്കുമ്പോൾ എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ളത്. പക്ഷേ ആത്മവിശ്വാസം എന്നെ കൈവിട്ടിട്ടില്ല. പക്ഷേ എനിക്ക് നല്ല വേദനയുണ്ട്. പിന്നെ ഇനിയിപ്പം അവരെത്രയും പെട്ടെന്ന് നടന്നാൽ മതി എന്നാണ്. കാരണം ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫ്രാക്ചറുകൾ വേറെ സംഭവിച്ചു കഴിഞ്ഞെന്നാൽ എനിക്ക് അവരുടെ കൂടെ നടക്കാൻ പറ്റില്ലല്ലോ, കിടന്നു എന്ത് ചെയ്യും. അപ്പം അതുകൊണ്ട് എനിക്ക് അവരൊന്ന് വേഗം ഓടി നടന്നാൽ മതി എന്നാണ്. അപ്പോൾ എടുത്തുകൊണ്ട് നടക്കുന്ന ആ ഒരു പ്രശ്നം വരത്തില്ല. അപ്പം അങ്ങനെ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പനി കൊണ്ടുപോയി. പനി എന്ന് പറഞ്ഞാൽ അയ്യോ എൻ്റെ പൊന്നേ, ഓർക്കാൻ കൂടി പറ്റുന്നില്ല. ആ ദിവസങ്ങളൊന്നും വല്ലാത്തൊരു ജാതി പനി എല്ലാവർക്കും വന്നു. അതാണ് ഏറ്റവും ബുദ്ധിമുട്ടിലായത്. ആരെയും വിട്ടില്ല, എല്ലാവരും പിടിച്ചു. പിന്നെന്താണ്, വേറെ വിശേഷങ്ങളായിട്ട് ഒന്നും തന്നെ ഇല്ല. ഈ കഴിഞ്ഞ ദിവസം കൊണ്ട് മുഴുവൻ ശോകം തന്നെയായിരുന്നു. അപ്പോൾ ഇന്നലെ ആണെങ്കിൽ കൈക്ക് ഇത് വേദന വന്നതുകൊണ്ട് അതും ആകെ ബുദ്ധിമുട്ടായി. ഇനിയിപ്പം എന്താ പറയുക, ഒരു സമാധാനം ഇല്ലാത്തൊരവസ്ഥ. എന്ത് ചെയ്യാനാ, എല്ലാം ശരിയാവും എന്തെങ്കിലുമൊക്കെ. പിന്നെ ഇപ്പോൾ ഹൈ ഉറക്കമാണ്. അപ്പം അതാണ് കുറച്ച് സമയം കിട്ടിയത്. അവർ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ സമയമൊന്നും ഉണ്ടാവില്ല. പിന്നെ അവരുറങ്ങുന്ന സമയത്ത് സാധാരണ അവരുടെ തുണി കഴുകലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇന്നിപ്പം കൈക്ക് വേദനയുണ്ട്, അടങ്ങിയിരിക്കുകയാണ്. അല്ലാതെ ഒന്നും ചെയ്യാതെ പറ്റില്ല. തുണി കഴുകുക എന്ന് പറഞ്ഞാൽ ഞാൻ കല്ലിലക്കി കഴുകുന്നല്ലോ കേട്ടോ, വാഷിംഗ് മെഷീനകത്തോട്ട് കൊണ്ടുവന്ന് ഇട്ടത്തേ ഉള്ളൂ. ഇന്നിപ്പം അതിനൊന്നും പറ്റുന്നൊരവസ്ഥയല്ല. ഇന്ന് വെറുതെ ഇരിക്കാമെന്ന് കരുതി. ഹൈറോ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല, അവരുടെ പുറകെ ഓടണം. രണ്ടുപേരും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ നടുക്ക് നിൽക്കണം, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കാതിരിക്കാനായിട്ട്. പിന്നെ